അകന്നു പോകുന്നതെന്തും കുറച്ച് എക്സ്ട്രാ സ്പെഷ്യൽ ആയിരിക്കും. അതുപോലെയാണ് ഞങ്ങൾക്ക് ഈ ക്രിസ്മസ്. ഇത് ഞങ്ങളുടെ ബഹ്റിനിലെ ലാസ്റ്റ് ക്രിസ്മസ് ആണ്. അതുകൊണ്ട് ഒരുക്കങ്ങളൊക്കെ വളരെ മിനിമലായിട്ടേ ഉള്ളൂ. പഴയ ക്രിസ്മസ് ട്രീയും സൂക്ഷിച്ചു വെച്ചിരുന്ന ഡെക്കറേഷൻ ഐറ്റംസും ഒക്കെ പൊടി തട്ടിയെടുത്തു. ഇതൊക്കെ വെക്കുന്നതിന് മുമ്പ് ട്രീയും അതിലെ സാധനങ്ങളും ഒന്നും എടുത്തോണ്ട് പോരുതെന്ന് കിച്ചനോട് പ്രത്യേകം പറഞ്ഞതാ. ആര് കേൾക്കാൻ? ആദ്യം തന്നെ ഗിഫ്റ്റ് റാപ്പ് ചെയ്തിരുന്ന ഒരു ഐറ്റം ആശാൻ തുറന്നു നോക്കി. അങ്ങനെ ഞങ്ങളുടെ ഡെക്കറേഷൻസ് ഇവിടെ തകൃതിയായി നടക്കുകയാണ്. ഇന്നല്ല ഇതെല്ലാം റെഡിമെയ്ഡ് ആയത്. പണ്ടൊക്കെ മരത്തിന്റെ നല്ല ശിഖരം നോക്കി വെട്ടിയെടുത്ത് മുറ്റത്ത് കുഴിച്ചിടും. അതിന് തൊട്ട് താഴെ ഒരു കുഞ്ഞു പുൽക്കൂടും. പുൽക്കൂടിന് വേണ്ടിയിട്ടുള്ള കച്ചിയും ഉണ്ണീശപ്പുല്ലും ഒന്നും സംഘടിപ്പിക്കാൻ അന്ന് അത്ര പാട് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ക്രിസ്മസ് ട്രീയിലെ ഡെക്കറേഷൻ ഐറ്റംസ് മേടിക്കാനുള്ള ഒരു ബഡ്ജറ്റ് നമുക്കന്നില്ല. രാത്രി 12 ആവാൻ നോക്കിയിരിക്കും ഉണ്ണീശോയെ എടുത്ത് പുൽക്കൂട്ടി വെക്കാൻ. അന്ന് അതൊക്കെ ചെയ്തിരുന്നത് ഒരു ഫോട്ടോയിലോ വീഡിയോയിലോ പോലും സൂക്ഷിച്ചിട്ടുമില്ല. ഇതിനൊക്കെ പുറമെ മുള കൊണ്ടുണ്ടാക്കുന്ന ഒരു വലിയ നക്ഷത്രവും അതിനുള്ളിൽ ഒരു സീറോ ബൾബും. എന്താ റിച്ച്നെസ്! രാത്രി കുർബാനയും കഴിഞ്ഞ് വരുന്ന വഴി അടുത്ത വീടുകളിലൊക്കെ പോയി അവരുണ്ടാക്കിയ പുൽക്കൂടും ട്രീയും ഒക്കെ കാണും. ആ പോകുന്ന വഴിക്കെല്ലാം കേക്കും കഴിക്കാൻ കിട്ടും. പിന്നെ ഒരു ആഘോഷമാണ്. കമ്പിത്തിരിയും പൂത്തിരിയും ഒക്കെ ആയിട്ട് പിള്ളേരുടെ സെക്ഷൻ, ഗുണ്ടും വാണവും അങ്ങനെ വലിയവർക്കായി വേറൊരു സെക്ഷൻ. അങ്ങനെയൊക്കെ ഒരു ക്രിസ്മസ് നമുക്കിനി തിരിച്ചു കിട്ടുമോയെന്ന് എനിക്കറിയില്ല. അത്രേ ഇല്ലേ പോലും കുറച്ചെങ്കിലും നമ്മുടെ മക്കളുടെ ഓർമ്മയെ കാണണം. അതെനിക്ക് നിർബന്ധമാണ്. ഈ കാണുന്ന ലൈറ്റുകൾ പോലെ നമ്മുടെയൊക്കെ ജീവിതവും പ്രകാശിക്കട്ടെ. എല്ലാവർക്കും സ്നേഹവും സമാധാനവും ഉണ്ടാവട്ടെ. എല്ലാ ക്രിസ്മസിനും ഉണ്ണീശോയെ തൊട്ട് ഞാൻ ഓരോ വിഷു പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നടന്നിട്ടുമുണ്ട്. നിങ്ങളുടെയും നടക്കട്ടെ. എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. അപ്പൊ ശരി, മറ്റൊരു വീഡിയോയുമായി കാണാം.